നമ്മൾ എന്ത് ചെയ്യും? ജനിച്ച അന്ന് മുതൽ അച്ഛനോട് പറയും എനിക്ക് ബൈക്ക് വേണം, ബൈക്കില്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയില്ല, സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി അച്ഛനെ കൊണ്ട് എല്ലാം മേടിപ്പിക്കും. അല്ലെ അച്ഛൻ്റെ കാറിൻ്റെ മുമ്പ് കയറി ഇരുന്ന് അച്ഛനെ വണ്ടി ഓടിപ്പിക്കും. അല്ലെ ഓട്ടോറിക്ഷ എന്താണെങ്കിലും നമ്മളത് ഓടിച്ച് പഠിക്കും അല്ലേ? ഞാൻ ഈ കമ്പമെട്ട് എസ് ഐ ആയിരുന്നപ്പം അപ്പോൾ ഈ എസ് ഐമാരുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ എസ് ഐമാർക്കുള്ള ഒരു വിനോദം വഴി പോയി നിൽക്കുക, കൈ കാണിക്കുക, വരുന്ന വാഹനങ്ങളൊക്കെ പിടിച്ചു നിർത്തുക, വെറ്റിയടിക്കുക. അതാണ് എസ് ഐമാരുടെ വിനോദം, പോലീസുകാർ. അപ്പം ഞാനങ്ങനെ അവിടെ എസ് ഐ ആയിരുന്നപ്പോൾ അങ്ങനെ വിനോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് അപ്പോൾ ഒരു ചേച്ചി ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുക, ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ കൈ കാണിച്ച് നിർത്തണമല്ലോ. അപ്പോൾ പോലീസുകാർ കൂടെയുള്ളവർ കൈ കാണിച്ച് നിർത്തി. അടുത്ത് വന്നപ്പോഴാകട്ടെ ഇവരോട് നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത് വന്നപ്പോഴാകട്ടെ ചേച്ചിയുടെ കൈ ഇങ്ങനെ പുറകിലായിരിക്കുന്നത്, ചേച്ചിയുടെ മടിയിൽ ഒരു കൊച്ചിരിപ്പുണ്ട്. ഇവനാ വണ്ടി ഓടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിന്റെ ഈ കാണിക്കുന്ന ഈ കൊച്ചിനെ കൊണ്ടാണോ വണ്ടി ഓടിപ്പിക്കുന്നത്? അതിപ്പോ വലിയ കാര്യമില്ലാണ് സാറേ, അവൻ നേരത്തെ ഓടിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല അതിനിപ്പോ എന്നാ സാറേ കുഴപ്പം? അല്ല നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് എടുത്തിട്ടില്ല സാറേ. ശരി, ഒരു പണിയെ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല, വണ്ടി ഓടിച്ച കൊച്ചിന് ലൈസൻസ് ഇല്ല, എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു അവന് 12 വയസ്സുണ്ട്. അപ്പൊ കൊച്ചിനോട് ഞാൻ ചോദിച്ചു നിനക്ക് എത്ര വയസ്സുണ്ടോ മാക്രി എന്ന് ചോദിച്ചു. അപ്പൊ മാക്രി പറഞ്ഞു ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എത്ര വയസ്സ് കാണും? ഈ 10 വയസ്സുള്ള മാക്രീനെ കൊണ്ടാണ് ചേച്ചി കൊച്ചിനെ ഈ വണ്ടി ഓടിപ്പിച്ചോണ്ട് വന്നത്. ഞാൻ ഏതായാലും ഈ വഴിയിൽ വെച്ച് ക്ലാസ് എടുക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ഒരു 1000 രൂപ പിഴ അടച്ചു തൽക്കാലം. 500 വെച്ച് അന്ന് ഇപ്പൊ കൂടി കേട്ടോ, അപ്പൊ അതൊന്നും നടക്കില്ല. 1000 രൂപ പിഴ അടച്ചു വന്നിട്ട് വണ്ടി ആരെങ്കിലും ലൈസൻസ് ഉള്ളവർ വരുമ്പോൾ കൊടുത്തുവിടാൻ തന്നുവിടാൻ തോന്നുന്നു. അപ്പോഴേക്കും ചേച്ചി അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അവിടെ സൗമ്യനെ പിടിച്ച് സൗമ്യനെ ബലാത്സംഗം ചെയ്ത് ആളിനെ പിടിക്കാൻ നിങ്ങൾക്ക് നേരമില്ല. നിങ്ങളിവിടെ പാവപ്പെട്ട ഒരു വണ്ടി വിളിച്ചോണ്ട് വരുമ്പോൾ അവരെ പിടിച്ചിട്ട് കാശ് പിടിക്കാൻ മാത്രമേ നിങ്ങൾക്ക് നേരമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതന്നെ നിങ്ങൾ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ അതിന്റെ പിഴ അടക്കുക, അല്ലാതെ അതിന് വേറെ മാർഗ്ഗം പറഞ്ഞു. നിങ്ങൾ കണ്ട നാട്ടുകാരെ ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് കാശ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അവിടുന്ന് ഭയങ്കര പ്രശ്നം. അപ്പം നല്ല ഒരുമാതിരി കാണാൻ കൊള്ളാവുന്ന ചേച്ചി ആയതുകൊണ്ട് ആൾക്കാരും കൂടി. പോലീസിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുമല്ലോ. അപ്പോൾ ആൾക്കാർ കൂടി, കുറേ ആൾക്കാരൊക്കെ കൂടി. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇവൻ എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞേ? 10 വയസ്സ്. ഈ ലൈസൻസ് എടുക്കേണ്ട പ്രായം എത്രയാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നില്ല? അതൊക്കെ എനിക്കറിയാം. 18 വയസ്സോ? ശരി. ഈ കല്യാണം കഴിപ്പിക്കേണ്ട പ്രായം എത്രയാണെന്ന് അറിയാവുന്നില്ല? അതും എനിക്കറിയാം. പെൺപിള്ളേർക്ക് 18 വയസ്സും ആൺപിള്ളേർക്ക് എത്രയാ? 21 വയസ്സും. അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നേരത്തെ പഠിച്ചു പോകും. എന്താണെങ്കിലും ചേച്ചി ഏതായാലും 18 വയസ്സ് കഴിഞ്ഞ് ഇവനെ കൊണ്ട് ചെയ്യിക്കേണ്ട പണി 10 വയസ്സിൽ ചെയ്യിച്ചു. അതുകൊണ്ടൊരു പണിക്ക് ഒരു കല്യാണം കൂടെ കഴിച്ചു കൊടുത്തേനെ, കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചു കൊടുക്കുന്നു. ചേച്ചി പിന്നെ ഒന്നും മിണ്ടിയില്ല. സാറേ എത്ര രൂപ ഇപ്പം അടക്കേണ്ടതില്ല? ഞാൻ പറഞ്ഞു 1000 രൂപ അടച്ചു, രസീത് കൊടുത്തു. വണ്ടി ഒരു പോലീസുകാരനെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് ഒപ്പിച്ചു. വേറെ ആള് ലൈസൻസ് കൊണ്ട് വന്നപ്പോൾ കൊടുത്തു വിട്ടു. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. 18 വയസ്സിലെ കല്യാണം കഴിക്കാൻ നിയമമുള്ളൂവെങ്കിൽ, അതിനെ പറ്റുള്ളൂവെങ്കിൽ അതേപോലെ തന്നെ 18 വയസ്സിലെ ലൈസൻസ് എടുക്കാൻ പ്രായമാകുള്ളൂവെങ്കിൽ നമ്മൾ 10 വയസ്സിൽ അതിനു വേണ്ടി നിർബന്ധം പിടിക്കരുത്. കാരണം എന്താ? അതിനുള്ള സമയമായില്ലോ. ഒരു കരിക്ക് എനിക്ക് ഇന്ന് തന്നെ തേങ്ങയാണെന്ന് പറഞ്ഞാൽ തേങ്ങയാവോ? ഇല്ല. അപ്പോ കരിക്കെന്ന് പറഞ്ഞാൽ അത് അതിന്റെ സമയമെടുത്ത് തേങ്ങയാകണം, എന്നാലേ അതിനകത്ത് എണ്ണയും മധുരവും വെള്ളവും എല്ലാം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇന്ന് തന്നെ എനിക്ക് കരിക്കിന് മച്ചിങ്ങയ്ക്ക് ഇന്ന് തന്നെ തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയാവോ? ഒരിക്കലും ഇല്ല. സ്വയം ആയി വരണം. അപ്പൊ നിങ്ങൾക്ക് അച്ഛനമ്മമാരോട് സ്നേഹമുണ്ടെങ്കിൽ, കുട്ടികളോടായി പറയും, അച്ഛനമ്മമാരോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 18 വയസ്സാകുന്നതിന് മുമ്പ് ബൈക്ക് ഓടിക്കണമെന്നും വാഹനം ഓടിക്കണമെന്നും പറയരുത്. കാരണം എന്താ? നിങ്ങളിവിടെ തണലത്തിരുന്ന് ഈ മോഹനസാറിന്റെ ഈ കഥയൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുമ്പോഴും കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഏലത്തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും വണ്ടി പണിയും ഇതുപോലുള്ള 100 കണക്കിന് പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കഷ്ടപ്പെട്ട്. അവര് ജയിലിൽ പോകും. അലിൻ സാറിന്റെ മേശപ്പുറത്ത് ഒരു വാർത്തയുടെ ഒരു കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. മകൻ ഓടിച്ച ബൈക്ക് ഇടിച്ച് മരിച്ചയാൾക്ക് 18 ലക്ഷം രൂപ അച്ഛന് പിഴ. വേറെ വല്ലതും ചെയ്തോ? നമ്മളെന്താ ചെയ്തേ? കൂട്ടുകാരന്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഒന്ന് ചെത്താൻ പോയി. ഒന്ന് ചെത്തിയിട്ട് വന്നപ്പോൾ എന്ത് പറ്റി? അച്ഛൻ ജയിലിൽ പോയി 18 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എന്താ കുഴപ്പം? പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ എന്താ കുഴപ്പം? പെറ്റി അടയ്ക്കും. പോട്ടെ, അത് പിടിച്ചാലുള്ള
നിങ്ങൾ ഓടിച്ച ബൈക്ക് ഇടിച്ച് ഒരു ഡോക്ടറാകുന്ന ഒരു കുട്ടി മരിച്ചു പോയില്ലേ? കാര്യം അവൻ ഇങ്ങോട്ട് വന്ന് ചാടിയതായിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ പറയുള്ളൂ. ഏത് വണ്ടി ഓടിച്ചാലും നമ്മൾ ഇത് പറയും, അവനാ വന്ന് ഇടിച്ചെന്ന് പറയില്ലേ? നമ്മൾ റോളർ, അതായത് ഈ മെറ്റിൽ ഒതുക്കുന്ന വണ്ടിയില്ലേ, അതിനാണ് ഏറ്റവും സ്പീഡ് കുറവ്. ഇത് ഓടിച്ചോണ്ട് നമ്മൾ പോവുകയാണെങ്കിലും ബൈക്കുകാരൻ വന്ന ചിത്ര മോളിൽ കയറിയാലും ബൈക്കുകാരൻ എന്ന് പറയും, എന്റെ പൊന്നു സാറേ ഞാൻ ബൈക്ക് പയ്യെ പോകുമായിരുന്നു, ആ റോളർ അമിത സ്പീഡിൽ വന്ന് എന്റെ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നു എന്തേ നമ്മൾ പറയുള്ളൂ. അപ്പോ ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഓടിച്ച വാഹനം ഇടിച്ച് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു എന്ന് വിചാരിക്കും. അല്ലെ, അവന്റെ കൈ പോയി, ഒരു കൈ, വലത് കൈ പോയി. വലത് കൈ പോയാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ വണ്ടി ഇടിച്ചാൽ ഇടിച്ച വണ്ടിയുടെ ഡ്രൈവർക്കെതിരെ എന്ത് ചെയ്യും? കേസെടുക്കും. ആ ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ല. അപ്പൊ പിന്നെ ആരെ പേര് കേസെടുക്കും? ആ വണ്ടി ഓടിക്കാൻ കൊടുത്ത ആരാണോ അവന്റെ പേര് കേസെടുക്കും. അത് കഴിഞ്ഞ് കേസൊക്കെ കിട്ടി, 3 കൊല്ലത്തെ ശിക്ഷ കിട്ടി. ഏത് ഓടിച്ച് അപകടം ഉണ്ടാക്കിയാലും 3 കൊല്ലത്തെ ശിക്ഷ. പിന്നെ എന്താ ഈ ക്ലെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി മരിച്ചു, അല്ലെ പിന്നെ എന്തെങ്കിലും അംഗഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൊരു നഷ്ടപരിഹാരം. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ഒരു വലത് കൈ പോയി എന്ന് പറഞ്ഞ നഷ്ടപരിഹാരം എന്താ കൊടുക്കുന്നത് അറിയാമോ? അവൻ പഠിച്ച് ഡോക്ടറായി ഒരു 35 കൊല്ലം 30 കൊല്ലം കുടിക്കും. 30 കൊല്ലം ആ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഡോക്ടർ ഫീൽഡിൽ നിന്നാൽ കിട്ടുന്ന ശമ്പളം എത്ര കോടി രൂപയായിരിക്കും? അതിന്റെ ഒരു നിശ്ചിത വിഹിതം ഈ ആളുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ പറഞ്ഞ് വിധി വരും. ഓടിച്ച മാക്രിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. അവന്റെ ലാഭടെ ഉള്ളതന്നെ ആ കയ്യിലുള്ളതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടോ പിന്നെ കൊടുത്ത അപ്പൻ അവന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ പണം വാടക താമസിക്കുന്ന ഒന്നുമില്ല. അപ്പൊ രണ്ടുപേരെയും കൂടെ ജയിലിൽ പിടിച്ചിട്ടു. ജയിലിൽ പിടിച്ചിട്ടാൽ ഈ നഷ്ടപരിഹാരം കിട്ടേണ്ട ആൾക്ക് ആര് കൊടുക്കും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. പക്ഷെ എന്തില്ല? ലൈസൻസ് ഇല്ല. അതായത് ഉപാധികളോടുകൂടി അവർ കൊടുക്കുള്ളൂ. ഓടിച്ചയാൾക്ക് ആ നിയമപ്രകാരം ഓടിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുക്കുള്ളൂ. ഇപ്പൊ 18 ലക്ഷം അല്ല 50 ലക്ഷം വിധിച്ചാൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. എന്ത് വേണം? ലൈസൻസ് ഉള്ളയാൾ ഓടിക്കണം, ഇൻഷുറൻസ് കവറേജ് വേണം, അതെല്ലാം പക്കാ ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അതില്ലാതെ വാഹനം ഓടിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയായ നിങ്ങളുടെ അച്ഛനെ പിടിച്ച് ജയിലിടും. അങ്ങനെ വേണ്ട. അതുകൊണ്ട് ആരും 18 വയസ്സിന് മുമ്പ് വാഹനത്തിന്റെ കാര്യം ചിന്തിക്കുക പോലും വേണ്ട. വേറെ എന്ത് വേണേലും പറഞ്ഞു, ഇത് മാത്രം സാറ് പറയുന്നു അല്ലേ? നടക്കില്ല, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാലാണ് കുഴപ്പം. പിന്നെ ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്പീഡിലാണ് ഓടിക്കുന്നത്? എത്ര സ്പീഡിൽ ഓടിക്കും? കൈ എത്രമാത്രം അങ്ങോട്ട് തിരിയോ അത്രയും സ്പീഡിൽ പോകും. നമ്മുടെ ഈ ഹൈ റേഞ്ചിലെ റോഡുകൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ യോഗ്യതയുള്ളതാണെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? എങ്ങനെ അറിയും? ആ റോഡിൽ ഒരാ ഇത് എഴുതി വെച്ചിട്ടുണ്ട് 30 ഒരു വട്ടത്തിനകത്ത് അല്ലേ? കണ്ടുണ്ടോ? അത്രയും സ്പീഡിലേ ആ ഭാഗത്ത് ഓടിക്കാവുള്ളൂ. ചില സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് 60. ഈ ഹൈ റേഞ്ചിൽ എവിടെയെങ്കിലും 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താ? ഈ ഹൈ റേഞ്ചിൽ ഒരിടത്തും 2 റോഡുണ്ട്. ഒന്ന് കമ്പംമെട്ടിൽ നിന്ന് ആമയാർ റോഡ് ഒരു 6 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാവുന്ന റോഡാണ്. പിന്നെ ഈ അടിമാലിയിൽ നിന്ന് ഇവിടെ വളറയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു 3.5 കിലോമീറ്റർ റോഡ്. ഇത്ര റോഡ് 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാനുള്ള റോഡായിട്ട് ഈ റോഡ് സുരക്ഷാ അതോറിറ്റി കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള റോഡുകളൊക്കെ എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാവുന്ന? അതിന്റെ താഴെ 40, 30, 25, 20, 10 ഇത്രേ ഉള്ളൂ. അത്ര എന്ന് പറഞ്ഞാൽ എന്താ? ആ റോഡിന് അത്ര യോഗ്യതയുള്ളൂ. അതിൽ കൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടായത് ഉറപ്പാണ്. ആ റോഡിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈക്കും കൊണ്ട് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും വെച്ചാൽ കൂടെ അലക്കും പുറകെ ഇരിക്കുന്നവൻ. അപ്പൊ കുറഞ്ഞ പക്ഷം നമ്മുടെ ബൈക്കിലേക്ക് എത്ര പേര് കാണും? പിള്ളേരുടെ പേരില് 3 പേര് കുറഞ്ഞ് അവർക്ക് ഓടിക്കാൻ അറിയത്തില്ല. പയ്യന്മാർക്ക് ഫ്രീക്കന്മാർക്ക് എന്താണ് 3 പേരിൽ കുറച്ച് ഓടിക്കാൻ അറിയാനേ പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന കംപ്ലീറ്റില്ല പാർത്തോട്ടില് കോളേജ് പഠിക്കുന്ന 3 പയ്യന്മാര്, അത് പിന്നെ 2 പേരുണ്ടായിരുന്നു. അവിടുന്ന് പറന്നിങ്ങോട്ട് വന്ന്
വന്നിട്ട് ആ പാർത്തോണ്ട് കുറച്ചപ്പുറം ഒരു വളവിൽ നേരെ ഒരു മാരുതി ഓമിനിക്കിട്ട് കയറി അങ്ങോട്ട് ഇടിച്ചിട്ട് ആ ഓമിനിയുടെ മുൻവശം തകർന്ന് ആ ഓമിനി ഓടിച്ചോണ്ടിരുന്ന ആൾക്ക് ഗുരുതര പറ്റി. ഇവന്മാർക്ക് പരിക്കേറ്റി. ആലോചിക്കേ, ഒരു ബൈക്ക് വന്ന് കാറിന് ഇടിച്ചിട്ട് കാറിലിരുന്നവർക്ക് പൂക്കിറ്റി പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എത്രമാത്രം പയ്യെ അവർ വന്നേന്ന്. അപ്പോ അതൊക്കെ എന്താ, അത്ര യാതൊരു ശ്രദ്ധയും ഇല്ലാതെ എന്തിനാ ഈ പയ്യന്മാർ ഇവരിങ്ങനെ ഇത്ര സ്പീഡിൽ ഓടിക്കുന്നത് എന്തിനാ? ഒരു രസം അല്ലേ? നമ്മുടെ ലൈനുകൾ ഇത് കാണണം. നമ്മളിങ്ങനെ പറന്നു പോയി സാഹസികമായിട്ട് പോകുന്നത് നമ്മുടെ ലൈനുകൾ പെൺപിള്ളേർ കാണണം. ഇതിനു വേണ്ടിയിട്ട് അവന്മാരിങ്ങനെ ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പെൺപിള്ളേരോട് ചോദിച്ചു, ഇവന്മാരിങ്ങനെ പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താ പെൺപിള്ളേർക്ക് തോന്നുന്നത്? ഇത് പിന്നെ കൊച്ചു പിള്ളേരായിട്ട് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല. കോളേജിൽ പഠിക്കുന്നവർക്ക് അവരോട് അയച്ചു ചോദിച്ചു. അപ്പൊ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ, ഇവനെയൊക്കെ കല്യാണം കഴിക്കുന്ന ആ പെൺകൊച്ചിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനടി 3-ാം ദിവസം വിധവയാവൂല്ലോ. എടാ, നമ്മളിങ്ങനെ പോയാൽ ഇവളുമാരിങ്ങനെ ഇതാ ചിന്തിക്കുന്നത്. എന്താണ് ചിന്തിക്കുന്നത്? ഇതിന്റെ ഭ്രാന്താണ് അല്ലേ? ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവൻ കൊള്ളാലോ എന്ന ഒരു വൃത്തിയായിട്ട് അങ്ങനെ ആരെങ്കിലും ഒരുത്തി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവള് പഴയായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ മര്യാദ, അതായത് പോസിറ്റീവായിട്ട് ഷൈൻ ചെയ്യാൻ ശ്രമിക്കണം. പോസിറ്റീവായിട്ട് ഷൈൻ ചെയ്യുന്നത് ബൈക്ക് 200 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടും ഹെൽമെറ്റ് വെക്കാതെ ഓടിച്ചിട്ടും കാറ് പിന്നെ ബെൽറ്റ് ഇടാതെ ഓടിച്ചിട്ടും അല്ല. നല്ലതുപോലെ പഠിച്ച് ഷൈൻ ചെയ്യാം, നല്ല കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഷൈൻ ചെയ്യാം. പക്ഷെ അതൊക്കെ ഇത്തിരി പാടല്ലേ? ഇതാണ് എളുപ്പമല്ലേ? ഈ തലയെ കാക്കക്കൂട് വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പാൻറ് ഇവിടെ ഇറക്കിയിടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അല്ലേ? അപ്പൊ ഏറ്റവും വൃത്തിയുള്ള സാധനമൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷം. അപ്പൊ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഷൈനിങ്ങിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള ഷൈനിങ്ങിലാണ്. അപ്പോ ഞാൻ രാജാക്കാട് ചെയ്യാറുണ്ടപ്പോഴേ ഒരു രസമല്ല, ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു പയ്യൻ കാല് ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് കിടക്കുക. ആ വീട്ടിൽ ഒരേ ഒരു മകനേ ഉള്ളൂ. മകനും മകളുമായിട്ട് ആ ഒരു പയ്യനേ ഉള്ളൂ. 22 വയസ്സ്. വലതുകാല് മുറിച്ച് കളഞ്ഞു. ഇടതുകാലിന്റെ പാദത്തിന്റെ താഴത്തില്ല, പാദത്തിന്റെ അവിടെ വെച്ച് മുറിച്ച് കളഞ്ഞ് കിടക്കുക. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ഥലത്ത്, എവിടെയാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്നാ പറ്റിയെന്ന് ചോദിച്ചു പറയാ, എന്റെ പൊന്നു സാറേ, ബൈക്ക് ഓടിച്ചോ? അതിനെ പറ്റി ബൈക്ക് ഓടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പം അവിടെ എങ്ങാണ്ട് പോലീസ് നിപ്പുണ്ടെന്ന് പുറകിലിരിക്കുന്നവൻ പറഞ്ഞു. എന്നിട്ട് പുറകിലിരിക്കണമെന്ന് പറഞ്ഞു, വിട്ടോടാ, നമുക്ക് ലൈസൻസ് ഇല്ലല്ലോ, വിട്ടോടാന്ന് പറഞ്ഞു. ഇവൻ ആഞ്ഞു കൈ കൊടുത്തു. പക്ഷെ മുമ്പിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നത് കണ്ണിപ്പെട്ടില്ല. നേരെ ചെന്ന് അതിനിട്ട് അങ്ങോട്ട് വെച്ച് താങ്ങി കൊടുത്തു. കിടക്കുന്ന 2 പേരും കൂടെ മറ്റേ ഒരുത്തൻ മരിച്ചുപോയി, പുറകിരുന്നവൻ മരിച്ചുപോയി. ഓടിച്ചവന് ഇത്രേ പരിക്കാൻ പറ്റുള്ളൂ. ഒരു കാല് മൊത്തം പോയി, മറ്റേ കാലിന്റെ പകുതിയും പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതുപോലെ വേറെ കുറെ ആൾക്കാർ കാണുമല്ലോ. ഞാൻ എൻ്റെ പണിയിൽ രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിടെ 3 പഞ്ചായത്തുണ്ട്. പൈസമ്പാലി പഞ്ചായത്ത്, രാജകുമാരി പഞ്ചായത്ത്, രാജാക്കാട് പഞ്ചായത്ത്. ആ 3 പഞ്ചായത്തിലുമുള്ള ഇതുപോലെ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും ഇനി കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലീസുകാരെ വിട്ട് ഒരു സർവേ നടത്തിച്ച് 2 പേരെ അതിന് തന്നെ ഒരാഴ്ച അങ്ങ് വിട്ടു. ഞെട്ടിക്കുന്ന വിവരമാദ്യം കിട്ടിയേ. അതായത് ഈ 3 പഞ്ചായത്തിലും കൂടെ 34 ചെറുപ്പക്കാര്, കുടുംബത്തിന്റെ താങ്ങും തണലുമാകേണ്ട 34 ചെറുപ്പക്കാര് പലതരത്തിൽ അംഗഭംഗം വന്ന് നട്ടെല്ല് തളർന്ന് പെടലി പോയിട്ട്, കൈ പോയിട്ട്, കാല് പോയിട്ട്, വാരിയെല്ലൊടിഞ്ഞിട്ട് കിടക്കുന്ന 34 പേര്. എല്ലാവരുടെയും കഥ സെയിമാ. പുറകിരിക്കുന്നവൻ പറഞ്ഞു, വിട്ടോടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആശുപത്രി കിടന്നപ്പോ 2-3 പ്രാവശ്യം ഈ വിട്ടോടാന്ന് പറഞ്ഞവൻ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ഇവരുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്തിനാ ഈ കുട്ടിയെ വളർത്തിയെ? പഠിപ്പിച്ചെന്തിനാ? വണ്ടി മേടിച്ചു കൊടുത്തെന്തിനാ? അവിടുന്ന് കോളേജിൽ പോകാൻ പാടായിരുന്നു എന്ന് പറഞ്ഞാൽ ബസ്സില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടി നല്ലപോലെ പോയി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു കിടന്നു. പക്ഷെ ഇവൻ ബൈക്ക് ഉപയോഗിച്ചെന്തിനാ? പെൺപിള്ളേരെ കയറ്റിക്കൊണ്ട് പോകാനും ചെത്താനും ഉപയോഗിച്ച്